ഹലോ ഫ്രണ്ട്സ്, ടർബോ ജോവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ വലിയ വണ്ടികളാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഫാമിലിക്ക് പറ്റിയ ഒരു എന്താ പറയുക, മിഡിൽ ക്ലാസ് ഫാമിലി നോക്കറില്ലേ, ഒരു മിഡിൽ ക്ലാസ്സിന് പറ്റിയ രണ്ട് അടിപൊളി വണ്ടികളാണ് നമ്മുടെ രണ്ട് സൈഡിലുള്ളത്. അതായത് ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റണം, എന്നാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവണം, ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, ഓടിക്കാൻ നല്ല രസമായിട്ടുള്ള വണ്ടി ആയിരിക്കണം, പിന്നെ ബ്രാൻഡ് വാല്യൂ ഉണ്ടാവണം. അങ്ങനെ ഒരു നമ്മൾ പറയും മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ രണ്ട് വണ്ടി. അതാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതാ വണ്ടി നോക്കുകയാണെങ്കിൽ വെള്ളയും ഗ്രേയും ഹ്യുണ്ടായുടെ വെന്യൂ ആണ് രണ്ട് വണ്ടിയും. ഈ ഹ്യുണ്ടായുടെ വെന്യൂവിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ഓടിച്ച ഒരു ഇതിൽ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് പൊസിഷൻ നല്ല ഗംഭീര ഡ്രൈവിംഗ് പൊസിഷനാണ്. നമ്മൾ ഇരിക്കണ ഒരു ഇതില്ലല്ലോ, ശരിക്കൊരു SUV ഇരിക്കണ ഒരു ഫീലായിരുന്നു. പിന്നെ വണ്ടി രണ്ടും കോമ്പാക്റ്റാണ് വെന്യൂ. അപ്പോൾ നമുക്ക് സിറ്റി ഡ്രൈവിൽ അടിപൊളിയാണ്, എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, സുഖം, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല രണ്ട് ഗംഭീര വണ്ടിയാണ്. നമ്മുടെ ഫാമിലി യൂസിന് പറ്റിയ ഒരു എന്താ പറയുക 5 പേഴ്സൺ അടിപൊളി 5 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാവുന്ന നല്ല വണ്ടി. രണ്ടും പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇടതുവശം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഗ്രേ വരുന്നത് ടർബോ പെട്രോളാണ്. ഓടിക്കാനുള്ള ഒരു കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൺ ടു ഡ്രൈവ് ഫാക്ടർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ വണ്ടി ടർബോ പെട്രോൾ. ഇത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാണ്. സൺറൂഫ് കാര്യങ്ങൾ അങ്ങനെ ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വേണം നോക്കി ഒരു വണ്ടി ഇത്തിരി കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞിട്ടുള്ളൊരു ബഡ്ജറ്റിലുള്ള വണ്ടിയാണെങ്കിൽ ഇതും പെട്രോൾ വണ്ടിയാണ്. ഇത് കാപ്പ എഞ്ചിൻ എന്ന് പറയും, പെട്രോൾ തന്നെ. അപ്പോൾ ഇത് ബേസ് വേരിയൻറ്റിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റിലൊരു വെന്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇതും. രണ്ടും മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇത് ടർബോ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ, ഇത് കാപ്പ പെട്രോൾ. അപ്പോൾ രണ്ട് വണ്ടി നിങ്ങളുടെ കളർ ചോയ്സ് എടുക്കാം, ഒന്നില്ലെങ്കിൽ വൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഗ്രേ എടുക്കാം. രണ്ടും നല്ല അടിപൊളി വണ്ടിയാണ്. ഇനി ഓരോ വണ്ടിയും നമുക്ക് പേഴ്സണലി ഈ വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഈ വണ്ടിയും എങ്ങനെയുണ്ടെന്ന് നോക്കാം, പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ അടിപൊളി കിഡിലൻ യൂസ്ഡ് കാർ, തൃശ്ശൂരിലെ കിഡിലൻ യൂസ്ഡ് കാർസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ക്രീനിലാണെന്ന നമ്പറിൽ, എൻ്റെ പേഴ്സണൽ നമ്പറാണ്, വിളിക്കുക. ഫുൾ ഡീലിങ്സ് നമ്മൾ സെറ്റ് ചെയ്ത് തരും, ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഓരോ വണ്ടികൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. കമോൺ. അപ്പോൾ ടർബോ ജോവിൻ ആദ്യം തന്നെ ടർബോ എന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ വെന്യൂൻ്റെ ടർബോ എഞ്ചിനുള്ള 1 ലിറ്റർ ടർബോ മാനുവൽ ട്രാൻസ്മിഷൻ SH മോഡൽ ടോപ്പ് എൻഡ് വേരിയൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണിത്. ഗ്രേ കളറിൽ നല്ല അടിപൊളി വണ്ടി, കാണാനൊക്കെ നല്ല ലുക്ക്, നല്ല അലോയും കാര്യങ്ങളൊക്കെ. താഴെയുള്ള ഫുഡ് സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ. പെയിൻറ്റ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ സൂപ്പർ. നിങ്ങൾ നോക്കുക, സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് നോക്കാം. നമ്മളിപ്പോൾ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചു തരുന്നു. ടോപ്പിൽ റൂഫ് ബാർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ നമ്മളിങ്ങനെ കാണിച്ചു തരാണ്. അതായത് വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറൊക്കെ, പിന്നെ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതിലെ പേസ്റ്റിങ്, ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡോറിൻ്റെ സൈഡിലുള്ള പേസ്റ്റ് കാര്യങ്ങൾ അവിടെ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റം വരും. ഇവിടെയൊക്കെ മറ്റേ ഗ്രിഞ്ചസിലൊക്കെ. പിന്നെ ഇത് നോക്കാം, ഈ ഡോറിൻ്റെ ഇതിലൊക്കെ ഇതൊന്നും ആരും അങ്ങനെ പറഞ്ഞു തരാത്തതാണ്, നമ്മൾ ചാനലിൽ കാണിക്കുക. അതിലെ പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അവിടെ വണ്ടി തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പിന്നെ കിട്ടില്ല. അപ്പോൾ പഞ്ച് മാർക്ക് കാര്യങ്ങൾ, പേസ്റ്റിങ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇൻറ്റീരിയർ നോക്കാം, നല്ല ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള സീറ്റ്. എന്ത് രസം എന്നറിയോ, വളരെ നല്ല രസം. മാനുവൽ ട്രാൻസ്മിഷൻ, ഗിയർ ബോക്സ്. അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾ ഇതൊന്ന് നോക്കി മനസ്സിലാക്കുക. വണ്ടി നീറ്റാണോ, നിങ്ങളുടെ താല്പര്യത്തിനുള്ളതാണോ, ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ വീൽസ് എന്ന് വെച്ചാൽ ടോപ്പിൻ്റെ വേരിയൻ്റാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ്, സൺറൂഫ്, നല്ല സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് പറയാം. ഇത് 2022 മോഡൽ വണ്ടിയാണ്. ഗ്രേ 2021 ഡിസംബർ 2022 രജിസ്ട്രേഷൻ കേട്ടോ. ഗ്രേ കളർ വണ്ടി, സെക്കൻഡ് ഓണർ, ലോ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ 45,000 കിലോമീറ്റർ, 2022 മോഡൽ വണ്ടി, ടർബോ എൻജിൻ, പെട്രോൾ, മാനുവൽ ട്രാൻസ്മിഷൻ കേട്ടോ. അപ്പോൾ ഇതിന് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെയാണ്. ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊന്നും ഇല്ല. വളരെ നീറ്റായിട്ടുള്ള, വളരെ നല്ല കണ്ടീഷനിലുള്ള നല്ല വണ്ടി, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റാവുന്ന വണ്ടി. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8,15,000 രൂപയാണ്, 8.15 lakhs. പിന്നെ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടി നിങ്ങൾ മൊത്തത്തിൽ നോക്കുക. വെന്യൂൻ്റെ SH 8,10,000 ഈ ഒരു വണ്ടി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കുറച്ചൊക്കെ തരും, നെഗോഷിയേറ്റ് ചെയ്യലോ. നിങ്ങളാണല്ലോ നമ്മുടെ ചങ്കുകളാണല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് എന്തായാലും തരും. പിന്നെ ഇൻറ്റീരിയർ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്.
അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് കാര്യങ്ങൾ കൊണ്ടുപോകാം. 5 പേർക്ക് സുഖമായിട്ട് പോവാം. അത് മാത്രമല്ല ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ശരിക്കും ഒരു SUV ഓടിക്കണ ആ ഒരു ഫീലാണ്. ബോണറ്റൊക്കെ കണ്ട് വണ്ടി ഓടിക്കുക. നല്ല ക്ലാസി, നല്ല ലുക്കുള്ള വണ്ടി, നമ്മൾ പറയും തറവാടിത്തുള്ള വണ്ടി, നല്ല വണ്ടി. അതാണ് ഈ വെന്യൂവിൻ്റെ 1 ലിറ്റർ ടർബോ മാനുവൽ ട്രാൻസ്മിഷൻ SS പെട്രോൾ 2022 മോഡല്, 45,000 കിലോമീറ്റർ, 8,15,000. ഇനി നമ്മൾ ഇപ്പുറത്ത് വരികയാണെങ്കിൽ നമ്മുടെ വൈറ്റ് കളറുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷൻ, ടോപ്പ് എൻഡ് വേരിയൻ്റ് അല്ല, ഇത് മിഡ് വേരിയൻ്റ് ആക്കിയിട്ട് നമ്മൾ കൂട്ടാം. എന്നാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുള്ള വണ്ടി. ഇത് 2020 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 52,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. നിങ്ങൾ വണ്ടിയുടെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനും റിക്ക സെൻസറും കാര്യങ്ങളും വേണ്ട എല്ലാ ഫീച്ചേഴ്സും, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫൊക്കെ ഇല്ല എന്നുള്ളൂ. നിങ്ങൾ സൈഡിലെ പേസ്റ്റിംഗ് ഒക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും കാണിച്ചു തരാണ്. ആക്സിഡൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ പഞ്ച് മാർക്കൊക്കെ നോക്കുക. ഇതൊന്നും തുറന്നിട്ടില്ല, അനക്കാൻ തന്നെ പറ്റുന്നില്ല. കണ്ട പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റാണെങ്കിൽ ഡിസൈൻ വേറെയാണ്. റെഡ് ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു സൈഡിൽ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ബഡ്ജറ്റാണ്, ഫ്രണ്ട്ലിയാണ്. കാരണം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6.75 lakhs, 6,70,000 രൂപയാണ്. ഈ വണ്ടി 2020 മോഡലാണ്, സിംഗിൾ ഓണറാണ്, 52,000 കിലോമീറ്ററാണ്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെയാണ്. 6,70,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ മറ്റേ വണ്ടി ടർബോ പെട്രോൾ വരുന്നത് 8,15,000 ആണ്. അത് 2022 മോഡല്, 45,000 കിലോമീറ്റർ. അത് ടർബോ പെട്രോളാണ്, 2022 ഇത് 2020. അപ്പോൾ അതൊക്കെയാണ് പ്രൈസിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നിൽ AC വെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റേ വണ്ടിക്ക് AC വെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വണ്ടിയിൽ നിങ്ങൾക്കുണ്ട്. കുറച്ചും കൂടി മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. വൈറ്റ് കളർ, ഇപ്പോൾ ചിലർക്ക് വൈറ്റ് കളറിനോട്, വൈറ്റ് വണ്ടി എപ്പോഴും അത് രസമാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നിൽ വെന്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ, ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. അത്യാവശ്യം വേണ്ട രണ്ട് വണ്ടിക്കും സിമിലർ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ രണ്ട് വണ്ടിയിലുണ്ട്. മറ്റേ വണ്ടിയിൽ നിങ്ങൾ കണ്ടു. പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കാം, കണ്ട ആ പേസ്റ്റിങ് കാര്യങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് ഇറക്കുമ്പോഴുള്ള പോലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതായത് വേറെ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ ഒന്നും വന്നിട്ടില്ല. ഞാൻ മറ്റേ വണ്ടിയുടെ കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടി നമുക്കൊന്ന് പോയിട്ട് നോക്കാം. ഈ ടർബോൻ്റെ, കാരണം നമ്മൾ കാണിക്കുമ്പോൾ ഒക്കെ കാണിക്കണമല്ലോ പരമാവധി. ഇത് ഡീറ്റെയിൽ വീഡിയോസാണ്, വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെയും സൈഡിലെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ഈ അതിൻ്റെ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിനും തട്ടോ മുട്ടോ ഒന്നും പറ്റിയിട്ടില്ല. വളരെ നൈസായിട്ട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള രണ്ട് വണ്ടി വെന്യൂവിൻ്റെ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാം. രണ്ടിനും നമ്മൾ ഫിനാൻസ് കാര്യങ്ങൾ തരും. പിന്നെ രണ്ട് വണ്ടികൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മെക്കാനിക്കിനെ കൊണ്ടൊന്ന് പരിശോധിക്കുകയും എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ച് ഓക്കെ അതിന് ശേഷം മാത്രം പർച്ചേസിലേക്ക് കടത്താൽ മതി. നമ്മൾ പറയണത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വണ്ടി വന്ന് പരിശോധിക്കുക, ഓടിച്ച് നോക്കുക. രണ്ടും നല്ല അടിപൊളി കണ്ടീഷനിലുള്ള വണ്ടികളാണ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു സംഭവം കൂടി ഉള്ളത് എൻജിൻ ബേ ആണ്. എൻജിൻ നമുക്ക് നോക്കണമല്ലോ രണ്ടിൻ്റെയും, ഒന്ന് ടർബോയും ഒന്ന് കാപ്പിയും, ആ ഒരു ഡിഫറൻസ്. ഇപ്പോൾ ടർബോ പെട്രോൾ നോക്കുകയാണെങ്കിൽ അവിടെ കണ്ട ടർബോ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളടക്കമുള്ള എൻജിനാണ്. എൻജിൻ ബേ വളരെ നീറ്റായിട്ടുള്ള എൻജിൻ ബേ ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു വണ്ടി ഇടിയോട്ടെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫ്രണ്ടിലേക്കാണല്ലോ. അതിൻ്റെ വശങ്ങളിലുള്ള പേസ്റ്റിങ്, പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാം അതുപോലെ തന്നെ ബോൾ വെയറിങ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ നട്ട് ഇതൊക്കെ അഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ പഞ്ച് മാർക്ക് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ നോക്കുക. എല്ലാതും അതുപോലൊക്കെ തന്നെയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇവിടെ ആ പഞ്ച് മാർക്ക്. ഇതൊക്കെയാണ് കമ്പനി പഞ്ച് മാർക്ക്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ യൂസ്ഡ് കാറിൽ നമ്മൾ അതൊക്കെ നോക്കണം. അപ്പോൾ പഞ്ച് മാർക്ക് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഫ്രണ്ടിൽ നിന്ന് ഇടിയോ തട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ ആകുമ്പോൾ കാപ്പ് എഞ്ചിൻ, നോർമൽ എഞ്ചിൻ. അപ്പോൾ അതിൽ ടർബോ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടി മൈലേജ് കാര്യങ്ങൾ കിട്ടും. കുറച്ച് പവറിൽ കുറച്ച് കുറവുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ സൈഡിലെ പഞ്ച് മാർക്ക് കാര്യങ്ങൾ, ഉള്ളിലെ പേസ്റ്റിങ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ നോക്കുക. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയും. അങ്ങനെ രണ്ട് വണ്ടിയും, ഒന്ന് ടർബോയും പെട്രോളും, ഏത് വേണമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. കണ്ട ഇതിൽ പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. എല്ലാം ഉണ്ട്. നമ്മൾ നല്ല വണ്ടികൾ മാത്രമാണ് ചാനലിൽ നമ്മൾ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ല വണ്ടികൾ നട്ടുച്ച വെയിലത്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ
നമ്മൾ 2 വണ്ടി കിടിലം വണ്ടി ഹ്യുണ്ടായുടെ വെന്യൂയുടെ 2 ഒന്ന് ടർബോ പെട്രോളും ഒന്ന് നോർമൽ പെട്രോളും, അതായത് കാപ്പ് എഞ്ചിൻ എന്ന് പറയാം. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, ഇത് കുറച്ചുകൂടി ഫൺ ഡ്രൈവാണ്, ചെറുതായിട്ട് ഇത്തിരി കാശ് കൂടുതലാണ്. രണ്ടിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഈ വണ്ടിയാണെങ്കിലും ഈ വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിലാണെന്ന നമ്പർ 8184000666 എൻ്റെ പേഴ്സണൽ നമ്പറാണ്. നിങ്ങൾക്ക് അതിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. 2 വണ്ടികൾക്കും ഫിനാൻസ് അവൈലബിൾ ആണ്. രണ്ടും നല്ല അടിപൊളി വണ്ടികളാണ്. സ്മാർട്ട് ചോയ്സ് ആയിരിക്കും. നിങ്ങളൊരു ഒരു ഫാമിലി കാർ ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഓടിക്കാനും അത്യാവശ്യം എന്താ പറയുക ഒരു ഫൺ ടു ഡ്രൈവ് വണ്ടിയും എന്നാൽ അത്യാവശ്യം മൈലേജും ബ്രാൻഡ് വാല്യൂം മെയിൻ്റനൻസ് കോസ്റ്റും അങ്ങനെ എല്ലാം കൊണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 വണ്ടി സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കുക, മെസ്സേജ് അയക്കുക, ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു തരും. പിന്നെ പണ്ടില്ലേ വെയിൽ, നല്ല കാക്ക കൊള്ളാത്ത വെയിലാണ്, സർക്കാർ വരെ പറയുന്നുണ്ട് വെയിൽ കൊള്ളരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ ഈ നട്ടപ്പുറ വെയിലത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇനിയും നമ്മൾ കിടിലം വണ്ടികളായിട്ട് വരുന്നുണ്ട്. 2 ഹോണ്ട സിറ്റി, അടിപൊളി ഹോണ്ട സിറ്റി. കാരണം ഡിസംബറിൽ ഒരു ഹോണ്ട സിറ്റി ഞാൻ ചെയ്തായിരുന്നു, അതപ്പോൾ തന്നെ വിറ്റുപോയി. അപ്പോൾ അന്ന് കുറേ പേര് നമ്മളടുത്ത് എനിക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ഹോണ്ട സിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോണ്ട സിറ്റികളുണ്ട്, പക്ഷെ നല്ലത് കിട്ടണ്ടേ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് 2 അടിപൊളി ഹോണ്ട സിറ്റികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇനിയിപ്പോൾ പിന്നാലെ വരും. അപ്പോൾ അതൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇറ്റ്സ് മീ ജോവിൻ സൈനിങ് ഓഫ്.